Hello, welcome to English Mithra. Welcome to FAQ session. നിങ്ങൾ ഞങ്ങളുടെ കോമന്റ് സെക്ഷനിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഡൗട്ട്സും ഒക്കെ എടുത്തിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഷാരൂഖ് ചോദിക്കില്ല. Okay. I have been fever since Monday. ഇത് ശരിയാണോ? സോ ഈ ഐ ഹാവ് ബീൻ ഫീവർ എന്ന് പറയുമ്പോൾ അർത്ഥം വരുന്നത് ഞാൻ മൺഡേ തൊട്ട് ഫീവർ ആണെന്ന്, അതായത് ഞാൻ മൺഡേ തൊട്ട് പനിയാണെന്നാണ്. ഞാൻ പനിയാണെന്ന് പറയില്ലല്ലോ, എനിക്ക് പനിയാണെന്നല്ലേ നമ്മൾ പറയുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരിക്കലും ഐ ഹാവ് ബീൻ ഫീവർ എന്ന് പറയാൻ പറ്റില്ല. യു കെൻ സേ ഐ ഹാവ് ഹാഡ് ഫീവർ സിൻസ് മൺഡേ എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ഹാവ് ബീൻ സഫറിംഗ് ഫ്രം ഫീവർ സിൻസ് മൺഡേ എന്ന് പറയാം. രണ്ടും കറക്റ്റ് ആണ്. സോ ഡോണ്ട് യൂസ് ഐ ഹാവ് ബീൻ ഫീവർ, അർത്ഥം തന്നെ മാറിപ്പോവും. ഓക്കെ, അപ്പം അത് അങ്ങനെയാണ്. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. വെൻ ഡസ് ഹി ഹാവ് ടൈം ഫോർ ഓൾ ദിസ്? നമ്മൾ ഈ ഇടയ്ക്ക് ഒന്ന് പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണത്, ഷഫ്നയുടെ. അപ്പോൾ അതില് ഹി ഹാസ് അല്ലേ വരിക, ഹീയുടെ കൂടെ ഹാവ് വരില്ലല്ലോ എന്നിങ്ങനെ ഒരു സ്റ്റുഡന്റ് ഡൗട്ട് വെച്ചിട്ടുണ്ട്. Okay, so when does he have time for all this? അപ്പോൾ he does and have. So after does have ആണ് വരുന്നത്. It is the right usage. പക്ഷേ ഡസ് കഴിഞ്ഞാൽ ഹാസ്, ഇറ്റ്സ് എ കൺഫ്യൂഷൻ. അതൊരു റൂളാണ്. ഡസ് കഴിഞ്ഞാൽ ഹാവേ വരുള്ളൂ എന്നുള്ളത് ഒരു റൂളാണ്. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഡസിന്റെ കൂടെ ഒരിക്കലും ഹാസ് വരില്ല. ആൻഡ് ഐ ഹാവ് ഹേർഡ് ദാറ്റ് ഡസ് ആൻഡ് ഹാവ് എന്ന് പറയുന്നത് ഹാസ് ആണ്. അതൊരു കോമ്പിനേഷൻ ആണ്. ഡസ് ഹാവ് എന്നുള്ള കോമ്പിനേഷൻ ഹാസ് ആണ്. പിന്നെ അത് മാത്രമല്ല, ഡസ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് എപ്പോഴാന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴും നെഗറ്റീവ് സെന്റൻസസ് വരുമ്പോഴുമാണ്. അപ്പൊ ആ കേസസിൽ ഡസ് വന്നു കഴിയുമ്പോൾ പിന്നെ ഇവിടെ ഹാസ് വരുമ്പോഴത്തേക്ക് തെറ്റിപ്പോകും. So it's better to it's always right to use does and have together. Never use does and has together. ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇറ്റ്സ് എ സെറ്റ് റൂൾ, അതൊരു റൂളാണ്. അത് ഫോളോ ചെയ്യാം. ഡസ് ഹാവ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നീ എത്ര നാളായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു? എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഓക്കെ, ഇത് നമുക്ക് നീ എത്ര നാളായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു, ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇത് നമ്മുടെ FAQ താഴെ വന്ന കോമന്റ്. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ് എന്താ I have been working for the past അങ്ങനെ ചോദിച്ചപ്പോൾ ആ ഒരു ക്വസ്റ്റ്യന് കോമന്റ് വന്നതാ, നീ എത്ര നാളായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. ഹാവ് വർക്ക്ഡും ഹാവ് ബീൻ വർക്ക്ഡും തമ്മിലുള്ള ഹാവ് വർക്ക്ഡും ഹാവ് ബീൻ വർക്കിംഗ് തമ്മിലുള്ള വ്യത്യാസം പ്രീവിയസ് ക്വസ്റ്റ്യൻ അതിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? അപ്പൊ ഇവിടെയും നീ എത്ര നാളായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് ആള്, അല്ലെ? അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചോദിക്കാം ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ഹിയർ ഫോർ എന്ന് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ഹിയർ, അത്രയായാലും മതി. ഇവിടെ എത്ര നാളായിട്ട് ഡ്യൂറേഷൻ ചോദിച്ചിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഹൗ ലോങ് എന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെയാണ് നമ്മൾ പറയാം, ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ഹിയർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഞാനല്ലേ ചോദിക്കേണ്ടത്. ഫോർ ദ ടൈം ബീയിങ്ങില് ഫോർ എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് പറയുമോ? എനിക്ക് തോന്നുന്നു ഇതും സോ ഫോർ ദ ടൈം ബീയിങ് എന്ന് ലൈക്ക് ഫോർ യൂസ് ചെയ്യാറ് ഒരു സ്പെസിഫിക് ടൈം മെൻഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രോപ്പർ ആയിട്ട് ഫോർ ദിസ് മച്ച് ടൈം അല്ലെങ്കിൽ ഫോർ ദിസ് മച്ച് ഇയേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ ആ ടൈം മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോർ യൂസ് ചെയ്യാറ്. അപ്പോൾ 2 years, അതെ അതെ, 20 minutes, അതെ, തൽക്കാലത്തേക്ക് ഈ സമയത്തിന് വേണ്ടി എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഫോർ യൂസ് ചെയ്യുന്നത്. വെരി ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഷാരൂഖിന്റെ. ഓക്കെ, ഹൗ ഫാർ ഇസ് ഇറ്റ് യുവർ ഹോം? ഹൗ ഫാർ ഇസ് ഇറ്റ് യുവർ ഹോം? അതിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ നമ്മൾ പൊതുവെ ടു എന്ന് പറയുന്ന വാക്ക് ഒരു സ്ഥലത്തിന്റെ കൂടെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ടു യൂസ് ചെയ്യും. ഐ ഗോയിങ് ടു യുവർ ഹോം എന്നൊക്കെ ചോദിക്കും, ഐ ഗോയിങ് ടു യുവർ ഹോം. പക്ഷെ നമ്മള് ഹൗ ഫാർ ഇസ് ഇറ്റ് ടു യുവർ ഹോം എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ടു വരേണ്ട കാര്യമില്ല ഇവിടെ. ഹൗ ഫാർ ഇസ് യുവർ ഹോം എന്ന് ചോദിച്ചാൽ മതി. നമ്മൾ ടു യൂസ് ചെയ്യും, ഇന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം അല്ല, ഐ ഗോയിങ് ഹോം എന്ന് ഐ ഗോയിങ് ടു യുവർ ഹോം അങ്ങനെ പറയുമ്പോഴൊക്കെ നമ്മൾ ടു യൂസ് ചെയ്യും. പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ദൂരത്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്, എവിടേക്ക് പോകുന്നു എന്നുള്ളതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നേ ഇല്ല. ഓക്കെ, അപ്പൊ സോ ഹൗ ഫാർ ഇസ് യുവർ ഹോം എന്ന് മതി. ഇപ്പൊ ഹൗ ഫാർ ഇസ് യുവർ സ്കൂൾ എന്നേ നമ്മൾ ചോദിക്കത്തുള്ളൂ. ഹൗ ഫാർ ഇസ് ഇറ്റ് ടു യുവർ സ്കൂൾ എന്ന് നമ്മൾ ചോദിക്കില്ല. ഹൗ ഫാർ ഇസ് യുവർ ഓഫീസ് ഫ്രം ഹിയർ എന്ന് നമ്മൾ ചോദിക്കുള്ളൂ. സോ വെൻ യു യൂസ് ഹൗ ഫാർ യു ഡോണ്ട് ഹാവ് ടു യൂസ് ടു അഗെയിൻ. അവിടെ നമ്മൾ അത് യൂസ് ചെയ്യേണ്ട ആവശ്യം. ഓക്കെ, അത്ര അത് മതി. സോ നമ്മൾ ഇന്ന്
നിങ്ങൾ ചോദിച്ചിട്ടുള്ളതിൽ നമുക്ക് റെലവെന്റ് ആണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റഡ് ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ഒരേ ക്വസ്റ്റ്യൻ തന്നെ പലരും സിമിലർ പാറ്റേൺ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാം എടുത്തിട്ടില്ല, ഡിഫറെന്റ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസിനും നമ്മൾ കോമന്റിൽ മറുപടി നൽകിയിട്ടുണ്ട്. സോ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് അല്ലെങ്കിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് comment below, so we'll definitely give you a reply. And ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓർ ഫോളോ അവർ ചാനൽ. ആൻഡ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ വീഡിയോസ് കാണുന്നതെങ്കിൽ, സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. വീഡിയോസ് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആയിരിക്കും, പക്ഷേ യു ഹാവ് ടു പ്രാക്ടീസ്. ഇൻഫോർമേറ്റീവ് ആവും, പക്ഷേ പ്രാക്ടീസ് ചെയ്താലേ ഏത് ലാംഗ്വേജും പഠിക്കാൻ പറ്റില്ല. അതിപ്പോൾ ഏത് ലാംഗ്വേജ് ആണ്, അതെ, അതൊരു ഫാക്ട് ആണ്. സോ ഞങ്ങൾ പ്രാക്ടീസ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 24 hours പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സപ്പോർട്ടോടുകൂടിയുള്ള കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. കോഴ്സ് നിങ്ങൾക്ക് ആപ്റ്റ് ആണോ ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ signing off from English Mithra. Thank you and have a great day. Bye. English Mithra. Stop worrying, start learning.